അടയാളങ്ങൾ. വം. ഇടത്തോട്ട് ചരിഞ്ഞ ചന്ദ്രകലയ്ക്കകത്ത് ഒരു ചെറു വൃത്തം വരുന്നതാണ് വം. ഉദാഹരണം തത്വം. ത ത വം അടയാളം. യ. യ എന്നതിന് പകരമായി ഒരു ചെറിയ ചന്ദ്രകലയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം മധ്യ. യ എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത് മാ ദ ഒരു ചന്ദ്രകല പോലെയുള്ള അടയാളമാണ് യായ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് യം. ഒരു ചെറിയ ചന്ദ്രകലയ്ക്കകത്ത് ചെറുവൃത്തം വരുന്ന അടയാളമാണ് യം. ഉദാഹരണം കാര്യം. ക ര യം കാര്യം. അയ. മുകളിലേക്ക് ഒരു ആരോ മാർക്ക് പോലെ ഇരിക്കുന്ന അടയാളമാണ് അയ. അയ, ഐ, ആയ് എന്നിവയ്ക്ക് പകരമായി അയ എന്ന ഈ ഒരു അടയാളം നമുക്ക് ഉപയോഗിക്കാം. അയ മുകളിലേക്കിരിക്കുന്ന ഒരു ചെറിയ ആരോ മാർക്ക് പോലെയുള്ള മുകളിലേക്ക് വായി തുറന്നിരിക്കുന്നതാണ് അയ. ഉദാഹരണം ചായ. ചേ അയ ചായ. അടുത്തതായി ഒയ. അയ, ഒയ എന്നിവ പ്രത്യേകമായി പഠിക്കുക. ഈ രണ്ട് അടയാളങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇനി തുടർച്ചയായി വരുന്നത് വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് എഴുതുവാനായിട്ട് കഴിയും. ഉദാഹരണം പോയ. താഴേക്ക് എഴുതുന്ന ഒരു അടയാളമാണ് ഒയ. പോയ. ഇനി അയ, ഒയ രണ്ടും പറയുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു റൂളുണ്ട്. അയ, ആ എന്ന ശബ്ദം ആ, എ, ഇ, ഒ, ഉ എന്നിവ നോക്കുകയാണെങ്കിൽ, എന്നീ സ്വരങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിൽ വരുന്നതെല്ലാം ഒന്നാം സ്ഥാനത്താണ് വരുന്നത്. അതുകൊണ്ട് അയ എന്ന അടയാളവും നമ്മൾ ഒന്നാമത്തെ സ്ഥാനത്ത് വേണം എഴുതാൻ. അയയിൽ തുടങ്ങുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അയ എന്ന സ്വരം വരുന്ന ഒരു വാക്കാണെങ്കിൽ ആ വാക്കിൻ്റെ സ്ട്രോക്ക് വരയ്ക്ക് മുകളിൽ എഴുതണം. ഇനി ഒയ എന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു ശബ്ദമാണ്. അതിനാൽ ഒയ എന്ന ഈ ഒരു അടയാളം വരയ്ക്ക് തൊട്ട് എഴുതണം. പോയ. കണ്ടോ, രണ്ടാം സ്ഥാനത്താണ് ഒയ എന്ന അടയാളം ഇട്ടിരിക്കുന്നത്. അയേ. അയ പ്ലസ് എ ആണ് അയേ. അതിനാൽ അയ എന്നത് എഴുതി ചേർത്ത് ഒരു ചെറിയ വര കൂടെ ചേർത്ത് വേണം ഈ ഒരു അടയാളം എഴുതാൻ. ഉദാഹരണം തായേ. സ്ട്രോക്ക് നമ്മൾ താ എന്ന സ്ട്രോക്ക് എഴുതി അതിൻ്റെ ഫസ്റ്റ് പ്ലേസിലാണ് അയേ എന്ന ഈ ഒരു അടയാളം കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഒയേ. ഉദാഹരണം പോയേ. നേരത്തെ പറഞ്ഞതുപോലെ ഒയേ എഴുതിയിട്ട് ഒരു എ എന്നൊരു അടയാളം കൂടെ കൊടുത്തിരിക്കുന്നു. അയം. നമ്മൾ അയ എഴുതാൻ പഠിച്ചു. അയ എന്നുള്ള അടയാളത്തിനകത്ത് ഒരു ചെറിയ വൃത്തം കൊടുക്കുമ്പോൾ അത് അയമായിട്ട് മാറും. ഉദാഹരണം ചായം. ചേ എബോവ് ദ ലൈനാണ് എഴുതിയിരിക്കുന്നത്. അയം എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുത്തിരിക്കുന്നു. ഒയം. ഉദാഹരണം ദ്വയം. അയം പോലെ തന്നെ ഒയ എഴുതി ഒരു ചെറിയ വൃത്തം കൂടെ ചേരുമ്പോഴാണ് ഒയമാകുന്നത്. അടുത്തത് അം പ്ലസ് ആയി. അം പ്ലസ് ആയി എഴുതുമ്പോൾ അം ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇവിടെയൊക്കെ അയം എഴുതിയപ്പോൾ യം എന്ന ശബ്ദം അയ എന്ന ആ ഒരു ശബ്ദത്തിന് ശേഷമാണ് വരുന്നത്. എന്നാൽ അം എന്നതിൽ തുടങ്ങുന്നതിനാൽ ആദ്യം ഒരു ചെറുവൃത്തം കൊടുത്തതിന് ശേഷം അയ എന്ന അടയാളം കൊടുക്കുക. ഉദാഹരണം മധുരമായി. അയോ. അയ കൊടുത്തിട്ട് ഒരു ഓ എന്ന ഒരു അടയാളം കൂടെ കൊടുക്കുക. ഈ അയയും അയോയും തമ്മിൽ മാറിപ്പോവാതിരിക്കുക. അയ എഴുതിയപ്പോൾ എ താഴേക്കാണ് കൊടുത്തത്. എന്നാൽ അയോ എഴുതുമ്പോൾ അയ എഴുതി ഒരു ചെറിയ വര അതേ നേരെ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ചെറിയ വരയാണ് കൊടുക്കേണ്ടത്. ഒയോ അതുപോലെ തന്നെയാണ്. ഒയ എഴുതി ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ചെറിയ ലൈനാണ് കൊടുക്കേണ്ടത്. അടുത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു അടയാളം കൂടെയുണ്ട്. അയയേയോ. ഇതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ചായയോ പോയോ. ഇനി അയയേയോ എന്നുള്ളത് 3 അടയാളങ്ങൾ ചേർന്ന് വരുന്നതാണ്. അയ, ഒയ, യോ അല്ലെങ്കിൽ ഓ. അയയേയോ എന്നുള്ളതിന് ഉദാഹരണം മായയേയോ. നമ്മൾ ആരെങ്കിലും പേര് പറഞ്ഞു വിളിക്കുക അല്ലെങ്കിൽ യായിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ പറയാനായിട്ടൊക്കെ ഈ അയയേയോ എന്നുള്ള ഈ ഒരു ശബ്ദം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ പ്രത്യേകം പഠിക്കുക. സ്ഥാനം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 സ്ഥാനങ്ങളാണ് ഒരു രേഖയ്ക്കുള്ളത്. അതിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നമ്മൾ പഠിച്ചു. അപ്പം ആ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് പ്ലേസ് ആയിരിക്കും. ഇനി എ എന്നുള്ള ശബ്ദം വരുമ്പോൾ അല്ലെങ്കിൽ ഒ എന്നുള്ള ശബ്ദം വരുമ്പോൾ എപ്പോഴും സെക്കൻഡ് പ്ലേസ് ആയിരിക്കും. ഇ അല്ലെങ്കിൽ ഈ എന്നുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ തേർഡ് പ്ലേസ് ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ അടയാളങ്ങൾക്കും ബാധകമാണ്. അത് ശ്രദ്ധയോടെ പഠിക്കുക. ഈ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.